എല്ലാവർക്കും നമസ്കാരം. ഒരുപാട് സന്തോഷമുണ്ട്. എൻ്റെ 80 വർക്കാണ്, ഞാൻ രചനയും സംവിധാനവും നിർവഹിച്ച 80 വർക്കാണ് ഇപ്പോൾ ഫിനിഷ് ആകുന്നത്. അപ്പോൾ ഇന്ന് ഉച്ചവരെ നല്ല അടുക്കള ജോലി ഉണ്ടായിരുന്നു. അടുക്കള ജോലി കഴിഞ്ഞിട്ട് ഞാൻ ഗീതം സ്റ്റുഡിയോയിൽ വന്നിരിക്കുകയാണ്. ഇത് കണ്ടോ, കുന്നോളം എഴുതി വെച്ചിട്ടുണ്ട്. ഒന്നും ഞാൻ പറഞ്ഞല്ലോ, DTP എടുക്കുന്നില്ല, എൻ്റെ കയ്യിൽ ഒതുങ്ങുന്നില്ല. 2 വർക്കാണ് ഉടൻ തന്നെ ഇറങ്ങാൻ പോകുന്നത്. ഞാൻ രചനയും സംവിധാനം നിർവഹിച്ച 80 വർക്കുകളിൽ ഇനി 2 എണ്ണോടെ ഇറങ്ങാറുണ്ട്. അപ്പോൾ ഒരു ചാരിതാർത്ഥ്യമുണ്ട്. 81ാമത്തെ വർക്ക് പൊട്ടൻ എന്ന് പറയുന്ന ഹ്രസ്വ ചിത്രത്തിൻ്റെ ആ ഒരു പോസ്റ്റർ ഇന്നലെ ഞാൻ നിങ്ങൾക്ക് റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഒരു കാര്യം പറയാനെന്താണെന്ന് വെച്ചാൽ, നിശ്ചിത പ്രൊഡ്യൂസർ ഇല്ല എൻ്റെ കാര്യത്തിൽ. അപ്പോൾ ഇന്ന് ഈ കഴിഞ്ഞ ദിവസം ഒരാൾ പറഞ്ഞു, പ്രിയ ഷൈൻ പൈസ വാങ്ങും, എനിക്ക് നിശ്ചിത പ്രൊഡ്യൂസർ ഇല്ല. അഭിനയിക്കാനായിട്ട് എൻ്റെ അടുത്ത് അവസരം ചോദിച്ച് വരുന്നവർ തരുന്ന ചെറിയ അത് 2000 ആയാലും 1000 ആയാലും 500 ആയാലും 10,000 ആയാലും ആ തരുന്ന പൈസ വെച്ചിട്ടാണ് ഞാൻ ക്യാമറാമാനും, എനിക്ക് പൈസ വേണ്ട, ശരിയാ, കഥ, തിരക്കഥ, സംഭാഷണം, സംവിധാനം, ആർട്ട്, മേക്കപ്പ്, കോസ്റ്റ്യൂം, ഇതിനൊന്നും, ലൊക്കേഷൻ കാണാൻ പോകുന്നതിനൊന്നും എനിക്ക് പൈസ വേണ്ട. പക്ഷേ എഡിറ്റർക്കും ക്യാമറാമാനും അതുപോലെ തന്നെ മിക്സിങ്, എഫക്ട്സ്, ഗ്രേഡിങ്, ഡബ്ബിങ് സ്റ്റുഡിയോയിൽ ഒക്കെ പൈസ കൊടുക്കണം. അപ്പം എന്താ പറയുക, അവസരം ചോദിച്ച് വരുന്നവർ ഹായ് എന്നാ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് മെസ്സഞ്ചറിൽ വന്നിട്ട്, നമ്മൾ ഇന്ന് ഒരിക്കൽ പോലും എൻ്റെ ഒരു പോസ്റ്റിന് ലൈക്ക് ചെയ്യാത്ത ആൾക്കാർ വന്നിട്ട് ഹായ് എന്ന് പറയുമ്പോഴേ എനിക്ക് അറിയാൻ പറ്റും എന്താണ് നിങ്ങളുടെ ഉള്ളിലെ ആ എന്താ പറയുക ഇരിക്കുന്ന ആ ഒരു ഇതെന്ന് എനിക്ക് അറിയാൻ പറ്റും. അഭിനയിക്കാൻ ചോദിക്കുന്നവരെല്ലാവരോടും ഞാൻ പറയാണ്, നിങ്ങളുടെ കയ്യിൽ കുഞ്ഞു പൈസ ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് അത്, ഞാൻ സത്യസന്ധതയോടെ പറയാണ്, നിശ്ചിതമായിട്ടൊരു പ്രൊഡ്യൂസർ എൻ്റെ ഒരു വർക്കിന് ഇതുവരെ വന്നിട്ടില്ല. അപ്പോൾ അഭിനയിക്കാനായിട്ട് അവസരം ചോദിക്കുന്നവരുടെ കയ്യിലുള്ള എത്ര ചെറിയ എമൗണ്ട് ആയാലും അത് തന്നാൽ, അല്ലെങ്കിൽ തരാം എന്ന് പറയുമ്പോൾ, അതും ഷൂട്ടിന് വരുമ്പോഴേ മേടിക്കാറുള്ളൂ. അപ്പോൾ അതിന് തലേദിവസം പ്രോപ്പർട്ടിയൊക്കെ മേടിക്കാനൊക്കെ ഞാനാണ് ഓടി നടന്ന് പൈസ കണ്ടെത്തുന്നത്. അപ്പം ദയവ് ചെയ്ത ആൾക്കാർ ചാൻസ് ഉണ്ടോ എന്ന് ഒരു ചോദ്യമുണ്ട്. ആ ചാൻസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ, ചാൻസുകൾ എനിക്ക് എല്ലാവർക്കും തരാൻ പറ്റത്തില്ല. ഇപ്പോൾ 1 കോടി രൂപ ഒരാൾ കൈ കൊണ്ട് വെച്ചാലും അദ്ദേഹത്തിന് ആപ്റ്റായിട്ടില്ലാത്ത ഒരു കഥാപാത്രം എനിക്ക് കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ എനിക്ക് തോന്നണം എൻ്റെ കഥാപാത്രമായിട്ട് താതാത്മ്യം പ്രാപിക്കാൻ പറ്റുന്നുണ്ട് എന്ന് തോന്നിയാൽ മാത്രമേ എനിക്കത് ഇത് കൊടുക്കാൻ പറ്റുള്ളൂ. ഞാൻ വലിയ കമൽ സാറോ അല്ലെ അടൂർ സാറോ ഒന്നും അല്ലല്ലോ. നമ്മൾ സാധാരണ കഷ്ടപ്പെട്ട് പറയുന്ന ഒരു ഹൗസ് വൈഫാണ്. ശരിക്കും പറഞ്ഞാൽ കുടുംബത്തിലെ എല്ലാ ജോലികളും ചെയ്തതിന് ശേഷം കണ്ടെത്തുന്ന കുഞ്ഞു സമയങ്ങളാണ് ഞാനിങ്ങനെ എൻ്റെ മനസ്സ് ഡെഡായി പോകാതിരിക്കാനായിട്ട് ഞാൻ കണ്ടെത്തുന്നത്. അപ്പം എല്ലാവരോടും പറയാണ്, ചാൻസ് ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ചാൻസ് എല്ലാവർക്കും കൊടുക്കാൻ പറ്റില്ല. 2, നിങ്ങളുടെ കയ്യിലുള്ള കുഞ്ഞു പൈസകൾ നമുക്ക് സംഭാവന, അതായത് എനിക്ക് അത് കൂട്ടി വെക്കും. ഒരാളിപ്പോൾ രാജൻ എന്ന ഒരാൾ 1000 രൂപ തരാമെന്ന് പറഞ്ഞാൽ രാജൻ 1000, അടുത്തയാൾ പിന്നെ ശ്രീകുമാർ 2000 എന്ന് പറഞ്ഞ് കൂട്ടി വെച്ച് ക്യാമറാമാൻ്റെ തുകയാകുമ്പോൾ ഞാൻ ആ ക്യാമറാമാന് വിളിച്ച് അഡ്വാൻസ് കൊടുക്കും. അതുപോലെ എഡിറ്റർക്ക് അഡ്വാൻസ് കൊടുക്കും, റെക്കോർഡിംഗ് സ്റ്റുഡിയോയിൽ അഡ്വാൻസ് കൊടുക്കും. നല്ല ഇത്തിരി തീവ്രമായ സബ്ജക്റ്റുകളൊക്കെ ലാൽ മീഡിയ പോലെയുള്ള വലിയ സ്റ്റുഡിയോകളിൽ ഞാൻ ചെയ്യാറുള്ളൂ. ബാക്കിയൊക്കെ സാധാരണ എന്ന് പറഞ്ഞാൽ എന്താ പറയുക, നമുക്ക് കയ്യിലൊതുങ്ങുന്ന അവിടെ സ്റ്റുഡിയോയിലാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് കണ്ടല്ലോ സ്ക്രിപ്റ്റ് ഇരിക്കുന്നത്, അത് എന്താ പറയുക, DTP എടുത്ത് പോലും നമ്മൾ 1 രൂപ കളയത്തില്ല. അതായത് DTP എടുക്കുമ്പോൾ ഒരു പേപ്പറിന് ഇത്ര വെച്ചല്ലേ. അപ്പോൾ ഇതെല്ലാം ഞാൻ രാത്രി കുത്തിയിരുന്ന് എഴുതുന്നതാണ്. എൻ്റെ അടുക്കളപ്പണിയും കഴിഞ്ഞ ഹസ്ബൻഡിനും മോനും അമ്മയ്ക്കും ഒക്കെ എല്ലാ കാര്യങ്ങളും നോക്കിയതിന് ശേഷമാണ്. വിമർശിക്കുന്നവർക്ക് വിമർശിക്കാം, എന്താ പറയുക, എന്ത് വേണേലും പറയാം. പൈസ വാങ്ങുന്നുണ്ടെങ്കിൽ അത് എൻ്റെ വർക്കിന് വേണ്ടിയിട്ട്, എൻ്റെ ടെക്നീഷ്യന്മാർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം പറയുന്നവർക്ക് നാക്കൊന്ന് എന്താ പറയുക, ഒന്ന് നോക്കിയിട്ട് വേണം പറയാൻ. അപ്പോൾ ഇതൊന്നും പറഞ്ഞിട്ട് പ്രിയ ഷൈൻ തളരുന്നില്ല, അത് വേറെ കാര്യം. ഞാൻ എൻ്റെ അടുത്ത 81ാമത്തെ വർക്കിൻ്റെ ലൊക്കേഷൻ കാണാനായിട്ട് ഇപ്പോൾ സ്റ്റുഡിയോയിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു 5 മണിക്ക് ഞാൻ അത് ലൊക്കേഷൻ കാണാനായിട്ട് പോവുകയാണ്. അപ്പം പൊട്ടൻ എന്ന് പറയുന്ന സബ്ജക്റ്റ് അത് കഴിഞ്ഞ് 82ാമത്തെ എഴുതി വെച്ചിരിക്കുകയാണ്. ഞാനിപ്പോൾ ഈ സ്റ്റുഡിയോയിൽ വന്നു, സ്റ്റുഡിയോയിലുള്ള എല്ലാവരും ഊണ് കഴിക്കാൻ പോയിരിക്കുകയാണ്. അപ്പം ഞാൻ ആ സമയത്ത് ഇപ്പോൾ ഈ വീഡിയോ എടുത്ത് കഴിഞ്ഞതിന് ശേഷം ഞാൻ എൻ്റെ ഒരു ഗാനം എഴുതാൻ പോവുകയാണ്. അതുകൊണ്ട് എനിക്ക് സമയം കളയാനില്ല. അപ്പോൾ അവർ വരുമ്പോഴത്തേക്ക് ആ ഗാനം ഞാൻ എഴുതും, അടുത്ത ഒരു വർക്കിൻ്റെ മനസ്സിലേക്ക് വന്ന കുറേ വരികൾ. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം. പ്രോത്സാഹനം തരുന്നവർക്ക് പ്രത്യേകിച്ച് നന്ദി. ഒരു ലൈക്ക് പോലും അടിക്കാതെ കണ്ടിട്ടും കാണാതെ പോകുന്നവർക്ക് ഏറ്റവും നന്ദി. കാരണം എനിക്ക് നിങ്ങളൊക്കെയാണ് എൻ്റെ പ്രചോദനം. ശരിയെന്നാൽ.